ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിലെ 12ാമത്തെ ഭാഗമാണ്, അതായത് ലാസ്റ്റ് ഭാഗമാണ്. പേജ് നമ്പർ 57 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ പോയിൻറ്റ്സ് പി ക്യു ആർ മാർക്ക്ഡ് ഓൺ ദി സൈഡ്സ് ബി സി സി എ ബി ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി and circumcircles of triangle AQR and BRP are drawn. They intersect at the point S inside the triangle. Prove that the circumference of triangle CPQ also passes through S as in the second picture. അതായത് ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ ബി സി സി എ ബി എന്നീ വശങ്ങളിൽ പി ക്യു ആർ എന്നീ ബിന്ദുക്കൾ രേഖപ്പെടുത്തി. എ ക്യു ആർ ബി ആർ പി എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. അവ ത്രികോണത്തിനകത്ത് എസ് എന്ന ബിന്ദുവിലൂടെ മുറിച്ചു കിടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എസ്സിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. ഇവിടെയും ഞാൻ രണ്ട് ഫിഗറും വലുതാക്കി വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തെളിയിക്കേണ്ടത് ആദ്യത്തെ ഫിഗറിൽ രണ്ട് വൃത്തങ്ങളുണ്ട് അല്ലേ, അത് എസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതേ എസ്സിൽ കൂടെ മൂന്നാമത്തെ സർക്കിളും, അതായത് മൂന്നാമത്തെ സർക്കിളും കടന്നു പോകുന്നുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ സർക്കിളും എടുത്തെടുത്ത് നമുക്ക് തെളിയിക്കാം. ഇവിടെ ഹിൻറ്റ് പറഞ്ഞിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എസ്സിന് പി യുമായിട്ടും ആറുമായിട്ടും ക്യൂ ആയിട്ടും ജോയിൻ ചെയ്യാം. ഇനി എ ബി സി എന്നതൊരു ട്രയാങ്കിൾ ആണല്ലോ, ഒരു ത്രികോണമാണ്. 3 കോണുകളാണുള്ളത്. 3 കോണുകളുടെയും അളവുകളുടെ തുക 180 ആണെന്ന് നമുക്കറിയാം. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ആദ്യം എഴുതാം. ഇനി നമുക്ക് ഈ താഴെ കിടക്കുന്ന ഈ സർക്കിൾ എടുക്കാം. ഈ ഗ്രീൻ കളർ സർക്കിളിൽ ബിയും പിയും എസും ആറും സർക്കിളിലെ പോയിന്റ്സ് ആണ്. അപ്പോൾ ബി പി എസ് ആർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അഥവാ ചക്രീയ ചതുർഭുജം ആണ് അല്ലേ. അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് നമുക്കത് എഴുതാം. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ആണ്. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പം 180 ആണല്ലോ. അതായത് ആംഗിൾ ബിയും ആംഗിൾ പി എസ് ആറും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. എതിർക്കോണുകളാണ്. എതിർക്കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത പോയിൻ്റായിട്ട് നമുക്കത് എഴുതാം. അപ്പോൾ ഈ താഴത്തെ സർക്കിളിൻ്റെ കാര്യം എഴുതിയല്ലോ. ഇനി അതേപോലെ മുകളിലത്തെ സർക്കിൾ എടുക്കാം. അതിനകത്ത് എയും ക്യൂവും എസും ആറും ആ സർക്കിളിൽ കിടക്കുന്ന പോയിന്റ്സ്, ആ വൃത്തത്തിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ് അല്ല, ബിന്ദുക്കളാണല്ലോ. അപ്പോൾ എ ക്യു എസ് ആർ സൈക്ലിക് ആണല്ലോ. അങ്ങനാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ക്യു എസ് ആർ ഈ ആംഗിൾ ഇതും കൂടെ കൂട്ടുമ്പോൾ 180 ആണ് അല്ലേ. എതിർക്കോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അവയുടെ സമ്മ് 180 ആണ്. അപ്പോൾ ഇതേപോലെ ആ സ്റ്റെപ്പ് എഴുതാമല്ലോ. അപ്പോൾ ആദ്യത്തേന് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും എടുക്കാം. ഇനി 1ഉം 2ഉം കൂടെ കൂട്ടാൻ പോവുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ്റെ കൂടെ രണ്ടാമത്തെ ഇക്വേഷൻ കൂട്ടുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ ക്യു എസ് ആർ, ഇടത് വശങ്ങൾ രണ്ടും കൂടെ കൂട്ടുക. ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് സൈഡ് കൂട്ടുമ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ ക്യു എസ് ആർ ഈക്വൽ ടു വലതുവശം കൂട്ടുമ്പോൾ 180ഉം 180ഉം കൂടെ കൂട്ടുമ്പോൾ 360 കിട്ടി. ഇനി നമുക്കറിയാവുന്ന പോയിന്റ്, ഈ എസ് എന്ന പോയിന്റിൽ 3 കോണുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. 2 കോൺ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. മൂന്നാമത്തെ കൂടെ മാർക്ക് ചെയ്യാൻ പോവാ. 3 മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 360 ആണല്ലോ. ഇതിൻ്റെ പേരുകൾ എന്താണ്? പി എസ് ആർ പ്ലസ് ക്യു എസ് ആർ പ്ലസ് പി എസ് ക്യു. അപ്പോൾ അതും അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ ക്യു എസ് ആർ പ്ലസ് ആംഗിൾ പി എസ് ക്യു ഈക്വൽ ടു 360. അപ്പോൾ ഇതിനെ മൂന്നാമത്തെ ഇക്വേഷൻ എന്നും എഴുതി, ഇതിനെ നാലാമത്തെ ഇക്വേഷൻ എന്നും എഴുതി.
ഈ 3ൻ്റെയും 4ൻ്റെയും റൈറ്റ് സൈഡ് 360 ആണല്ലോ, വലതുവശം 360 ആയതുകൊണ്ട് ഇടതുവശങ്ങൾ ഈക്വൽ ടു സൈൻ്റെ ഇടതുവശങ്ങൾ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. അതായത് മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഇടതുവശം നമുക്ക് ആദ്യം എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ ക്യു എസ് ആർ. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ്. ഇനി ഈക്വൽ ടു നാലാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആംഗിൾ പി എസ് ആർ പ്ലസ് ആംഗിൾ ക്യു എസ് ആർ പ്ലസ് ആംഗിൾ പി എസ് ക്യു. ഇനി ഇവിടെ സെയിം ആയിട്ട് വരുന്നതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നോക്കിക്കേ, ആംഗിൾ പി എസ് ആർ വരുന്നുണ്ട് രണ്ട് വശത്തും, ആംഗിൾ ക്യു എസ് ആറും വരുന്നുണ്ട് രണ്ട് വശത്തും. അപ്പം നമുക്ക് എന്തെഴുതാം? ബാക്കി എന്താ ഉള്ളത്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി എസ് ക്യൂ എന്ന് എഴുതാമല്ലോ. ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്താണ്? ഇതിൽ നിന്ന് എന്തെഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ സി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ പി എസ് ക്യൂ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ സി ആണ്. മനസ്സിലായ? ആംഗിൾ പി എസ് ക്യൂ എന്ന് പറയുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 180 മൈനസ് ആംഗിൾ സി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഇതാണല്ലോ നമ്മുടെ ഫിഗർ. ആംഗിൾ പി എസ് ക്യൂ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ സി ആണ്. അപ്പോൾ ഇത് ആംഗിൾ സി ആണ് അല്ലേ. ഇതാണ് ആംഗിൾ സി. ഇത് 180 മൈനസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളുടെ സം എന്തായി? 180 ആയി, 180 ആയി ആണല്ലോ. നമുക്ക് ഈ മൂന്നാമത്തെ സർക്കിൾ സൈക്ലിക്കാന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയത് ഈ ആംഗിൾ 180 മൈനസ് ആംഗിൾ സി ആണ്. ഇവിടെ നിന്ന് കിട്ടി 180 മൈനസ് ആംഗിൾ സി ആണ്. ഇനി ഈ ആംഗിൾ സിയും ആംഗിൾ പി എസ് ക്യൂയും കൂടെ കൂട്ടി നോക്കിക്കേ. ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എസ് ക്യൂ, ഈ എതിർക്കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 കിട്ടിയാൽ അത് സൈക്ലിക്കാവും അല്ലേ. അപ്പോൾ ആംഗിൾ സി പ്ലസ് ആംഗിൾ പി എസ് ക്യൂ എന്താണ്? 180 മൈനസ് ആംഗിൾ സി ആ. അപ്പോൾ ആംഗിൾ സിയും ക്യാൻസൽ ആയിപ്പോയിട്ട് 180 വന്നല്ലോ. അപ്പോൾ എന്ത് കിട്ടി? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം എതിർക്കോണുകൾ കൂട്ടുമ്പോൾ 180 ആയതുകൊണ്ട് ഈ വലിയ സർക്കിളും സൈക്ലിക്കാന്ന് കിട്ടിയില്ലേ. അതായത് ഈ 4 പോയിന്റ്സ് പി സി ക്യു എസ് 4 ഈ സർക്കിളിൽ കിടക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ഈ എസ് എന്ന പോയിന്റിൽ കൂടെയാണ് ഈ ലാർജർ സർക്കിളും കടന്നു പോകുന്നതെന്നല്ലേ. അപ്പോൾ നമ്മൾ തെളിയിച്ചല്ലോ. അപ്പോൾ ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്തെഴുതാം? ദ തേർഡ് സർക്കിൾ ഈസ് ഓൾസോ പാസിംഗ് ത്രൂ ദ പോയിന്റ് എസ്. ഈ വലിയ സർക്കിൾ, വലിയ വൃത്തവും എസ് എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായാലും നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി എല്ലാവരും എഴുതി പഠിക്കുക.